കലിപ്പൻ ചെക്കനും മൊഞ്ചത്തി പെണ്ണും. രചന റുക്സാന ഷഫീഖ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീച്ച് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അഹാനയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ചെത്തൈസ് കുടിക്കാനായി അവൻ കൈ ഉയർത്തിയത് അവന് ഓർമ്മയുള്ളൂ. പിന്നെ നോക്കുമ്പോൾ ചെത്തൈസ് ഒരു വശത്ത് മറിഞ്ഞിടക്കുന്നു, മറുവശത്ത് നിലത്ത് ആ കോഴിയും. അഹാനയും ആജിയും ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ കണ്ട കാഴ്ച തീക്കനൽ പോലെ ദേഷ്യത്തിൽ നിൽക്കുന്ന ആബിദിനെയാണ്. നിലത്ത് കിടന്ന അവനെ ആബിദ് കോളർ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. അവിടെ സംസാരം ഒന്നും തന്നെ ഇല്ല, പ്രവൃത്തി മാത്രം. മാജിയും ആദിലും ആബിദിനെ പല വഴിക്ക് പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അവനെ തല്ലി ചതച്ച് റോഡിലേക്കിട്ടു. അവന്റെ നേരെ വിരൽ ചൂണ്ടി. അഹാനയാകെ ഞെട്ടിത്തിരിച്ച് നിൽപ്പാണ്. പേടിച്ച് എന്തു പറയണമെന്നറിയാതെ ആബിദിനെ നോക്കി നിന്നു. ആബിദ് ആദിലിനെ കലിപ്പിച്ചു നോക്കി. അവന്റെ അശ്രദ്ധ കാരണമുള്ള ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നോർത്ത് ആദിൽ തലതാഴ്ത്തി. എന്ത് നോക്കി നിൽക്കുവാടി, പോയി വണ്ടി കയറി എന്നും പറഞ്ഞ് ആബിദ് മാജിയുടെ കയ്യിലുള്ള ചെത്തൈസ് വാങ്ങി വലിച്ചെറിഞ്ഞു. പക്ഷേ അഹാന അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഇപ്പോഴും അതേ തരിപ്പിൽ ആബിദിനെ നോക്കി നിൽപ്പാണ്. ആബിദിന്റെ നോട്ടവും പതിയെ അവളുടെ നേരെ പതിഞ്ഞു. അവന്റെ കണ്ണിൽ കണ്ട കോപത്തിന്റെ തീനാളം അവൾക്ക് കൂടുതൽ ഭയം നൽകി. പെട്ടെന്ന് തന്നെ മാജി അഹാനയുടെ കൈ പിടിച്ചു വലിച്ച് കാറിലേക്ക് പോയിരുന്നു. ആദിലിനെ തുറിച്ചു നോക്കി ആബിദ് അവിടെ നിന്ന് പോവാനൊരുങ്ങി. അപ്പോഴാണ് റഫ അങ്ങോട്ട് വന്നത്. വിയർത്തു കുളിച്ചിരിക്കുന്ന ആബിദിനെ കണ്ട് അവൾ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ അബി, എന്തെങ്കിലും വീർത്തിരിക്കുന്നത്? എന്ത് പ്രശ്നം? നീ എവിടെ പോയതാ? ഒരു സ്കാർഫ് സെലക്ട് ചെയ്ത് തരാൻ നിന്നെ നോക്കിയപ്പോൾ കോൾ ചെയ്യണമെന്ന് പറഞ്ഞു പോയതല്ലേ? റഫ അവളുടെ കയ്യിലെ സ്കാർഫ് ആബിദിന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അവളുടെ ഒരു സ്കാർഫ് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ സ്കാർഫ് വാങ്ങി അവൻ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. അവളെ തള്ളി മാറ്റി കാറിനടുത്തേക്ക് പോയി. അവന്റെ ആ പ്രവൃത്തിയിൽ റഫ ഒന്ന് ഞെട്ടി. തലയും താഴ്ത്തി അവൾ നിൽക്കുന്ന ആദിലിനോട് അവൾ കാര്യം തിരക്കി. അവൻ സംഭവിച്ചെല്ലാം അവളോട് പറഞ്ഞു. മാജിയും മഹാനയും ആബിദിനെ പേടിച്ച് പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ കാറിലിരിപ്പായിരുന്നു. ഡി, നീ ഇപ്പോഴും അബോധാവസ്ഥയിലാണോ? ഡി അഹാന, നീ ഇതൊന്നും കാര്യക്കണ്ട, ഇത് ഇക്കയുടെ സ്വഭാവ. എന്നാൽ ഇങ്ങനെ ഫൈറ്റ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നേ. നമ്മുടെ ഈ കാള് പൊളിയാണ് കേട്ടോ. അഹാന അന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ചുണ്ടായ അടിപിടി ഓർത്തു. ഇതൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടാ മോളെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നിന്റെയൊക്കെ വെറും പൊളിയല്ല, അതുക്കും മേലെയാ അവൾ മനസ്സിൽ കരുതി. ആബിദ് വന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. അത് കണ്ട് അഹാനയുടെ നെഞ്ചിരിപ്പ് വീണ്ടും വർദ്ധിച്ചു. സിറ്റുവേഷൻ മോശമായതുകൊണ്ട് അഹാനയും മാജിയും പരസ്പരം ഒന്നും മിണ്ടിയില്ല. ആബിദാണെങ്കിൽ ഫ്രണ്ട് മിററിലൂടെ അഹാനെ തന്നെ നോക്കിയിരിക്കുകയും ചെയ്തു. അവളുടെ കണ്ണുകളും ഇടയ്ക്കിടെ മിററിലേക്ക് ചലിച്ചു. റഫയും കാറിൽ കയറാനായി അങ്ങോട്ട് വന്നു. അവൾ നോക്കുമ്പോൾ ആബിദ് കയ്യിൽ ഫോൺ നോക്കി ഇരിപ്പാണ്. പിന്നീട് അവൾ ശ്രദ്ധിച്ചപ്പോഴാണ് അവന്റെ കണ്ണുകൾ ഫോണിലല്ല, മറിച്ച് ഫ്രണ്ട് മിററിലാണെന്നും അതിലൂടെ അവൻ അഹാനയെ നോക്കിയാണ് ഇരിപ്പെന്നും മനസ്സിലായത്. അത് കണ്ട റഫ ദേഷ്യത്തിൽ ഫ്രണ്ട് ഡോർ വലിച്ചു തുറന്ന് സീറ്റിൽ കയറിയിരുന്ന് വീണ്ടും ഡോർ വലിച്ചടച്ചു. പക്ഷെ അവളുടെ ആ പ്രവൃത്തിയൊന്നും ആബിദ് മൈൻഡ് ചെയ്തില്ല. അവന്റെ നോട്ടം മിററിൽ തന്നെ പതിഞ്ഞു നിന്നു. റഫ പലതും പറഞ്ഞ് ആബിദിന്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എവിടെ? അവന്റെ കണ്ണുകൾ അഹാനയിൽ നിന്ന് മാറിയതേയില്ല. ഏയ് അഹാന, ഒരു ഹെൽപ്പ് ചെയ്യാമോ? എന്റെ ബാഗ് ജ്വല്ലറി വെച്ച് മറന്നുപോയി, അതൊന്ന് എടുത്തുതരാമോ? റഫ ഒടുക്കൊരടവെടുത്തു. അത് കേട്ടത് ആബിദ് റഫയ്ക്ക് നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു. നിന്റെ ബാഗ് എടുക്കാൻ നീ എന്തിനാ അവളോട് പറയുന്നത്? നിന്റെ കാലം ഒടിഞ്ഞെടുക്കൊന്നുമല്ലോ. ഇവിടെ ഉള്ളവരൊന്നും നിന്റെ സർവന്റ് അല്ല, ഓക്കെ? ആബി പ്ലീസ്, എന്റെ കാല് വരുന്ന വഴി ഒരു കല്ലിന് തട്ടിയിരുന്നു. ഇപ്പൊ നല്ല വേദന, അതാ ഞാൻ അവളോട് പറഞ്ഞത്. അവൾ നല്ലൊരു കള്ളം വെച്ച് കാച്ചി. ഇക്ക പോട്ടെ, ഞാൻ എടുത്തുതരാം, ആൾക്ക് വയ്യാഞ്ഞിട്ടല്ലേ, മാജി പറഞ്ഞു. വേണ്ട മാജി, നീ ഇവിടെ ഇരി, എനിക്കേതായാലും ഒന്ന് ബാപ്പയുടെ അടുത്ത് പോകണം, ഞാൻ എടുത്തുതരാം, അതൊന്നും കുഴപ്പമില്ല. അതും പറഞ്ഞ് അഹാന ഡോർ തുറന്നു. റഫ ആബിദ് കാണാതെ വായിൽ കൈവച്ചിരിച്ചു. ആബിദ് റഫയെ നല്ലപോലെ നോക്കി ദഹിപ്പിച്ചു. കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് അപ്പുറമാണ് ജുവല്ലറി ഉള്ളത്. അവിടെ പാർക്കിംഗ് ഫുള്ളായത് കാരണം ആബിദ് കുറച്ച് മാറിയാണ് കാറ് പാർക്ക് ചെയ്തത്. അഹാന പോകുന്ന വഴി ആബിദ് നോക്കിയിരുന്നു. പിന്നെ ഒന്നും ആലോചിക്കാതെ കോൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവനും കാറിൽ നിന്നിറങ്ങി അഹാന പോയ വഴിയെ നടന്നു. അതും കൂടി ആയപ്പോൾ റഫ ദേഷ്യത്തോടെ സീറ്റിൽ മുഷ്ടിയുരുട്ടി അടിച്ചു. ജ്വല്ലറിയിൽ പോകാനായി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയായിരുന്ന അഹാന. നല്ല റഷുള്ള സ്ഥലമായതിനാൽ വാഹനങ്ങൾ തുരുതുരാ പോയിക്കൊണ്ടിരിക്കുന്നു. ക്രോസ് ചെയ്യാൻ പല വഴി നോക്കിയിട്ട് നടന്നില്ല. പെട്ടെന്നാണ് പുറകെ നിന്നും അവളുടെ കയ്യിലൊരു പിടുത്തം വീണത്. അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടത് തന്റെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആബിക്കയാണ്. ഒരു നിമിഷം അവൾക്ക് സന്തോഷം അടക്കാനായില്ല. ആബിദ് അവളുടെ കൈ മുറുകെ പിടിച്ച് രണ്ടുപേരും റോഡ് ക്രോസ് ചെയ്തു. ആബിക കയ്യിൽ പിടിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുരക്ഷിതത്വം അവൾക്ക് ഫീൽ ചെയ്തു. റോഡ് ക്രോസ് ചെയ്തിട്ടും അവൾ അവന്റെ കയ്യിലെ പിടിവിട്ടില്ല. അവനെ തന്നെ നോക്കി നിന്നു. പുറകിൽ നിന്നൊരു വണ്ടിയുടെ ഹോൺ കേട്ടപ്പോഴാണ് അവൾ ഞെട്ടി അവന്റെ കയ്യിൽ നിന്ന് കൈയെടുത്തത്. അവന്റെ മുഖത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ ജ്വല്ലറിയുടെ അകത്തേക്ക് കയറിപ്പോയി. അവൾ പോകുന്ന വഴിയെ നോക്കി ആബിദ് പുഞ്ചിരിച്ച് പുറത്ത് അവൾക്കായി കാത്തു നിന്നു. അകത്തേക്കുള്ള ഓരോ ചുവടെടുത്ത് വെക്കുമ്പോഴും ആബിദ് തന്നെ ഇത്രത്തോളം കെയർ ചെയ്യുന്നതിൽ മനസ്സ് നിറഞ്ഞ് അവളും പുഞ്ചിരിച്ചു. ആബിദ് എന്ന മായാലോകത്തിലൂടെ ചുറ്റുമുള്ളതൊന്നും കാണാതെ നടന്ന് നീങ്ങുകയായിരുന്നു അവൾ.
മുന്നിലുള്ള ഒരാളെ തട്ടി അയാളുടെ കയ്യിൽ നിന്നും വെള്ളവും ഗ്ലാസും നിലത്തേക്ക് വീണ് തവിട് പൊടിയായ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ആ ലോകത്തു നിന്ന് തിരിച്ചെത്തിയത്. ചുറ്റുമുള്ള എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ നേർക്ക് പതിഞ്ഞു. അബദ്ധം പറ്റി അവള് നാവ് കടിച്ച് തലയിൽ കൈവച്ച് അവിടെ നിന്നുപോയി. സോറി ചേട്ടാ, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോഴേക്ക് അവിടേക്ക് അവളുടെ ബാപ്പയും പപ്പയൊക്കെ എത്തി. ഒപ്പം ആ ജ്വല്ലറിയുടെ മാനേജറും വന്നു. ഏയ് കുഴപ്പമില്ല, കാര്യമൊക്കെ ഉണ്ടാ, അറിയാതല്ലേ. സാറ് മോളെയും കൂട്ടി പോയിക്കോളൂ, ഇതുവരെ ക്ലീൻ ചെയ്തോളൂ, മാനേജർ കബീർക്കയോട് പറഞ്ഞു. ദിവസങ്ങൾ കൊഴിഞ്ഞു. മുഫിയുടെ ഹൽദിയാണിന്ന്. അതിനിടയിൽ റഫ മാക്സിമം അഹാനക്ക് പാരപണിയാൻ പഠിച്ച പണി 18 പയറ്റുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ഏറ്റില്ല. ആബിദും അഹാനയും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും കാണുന്ന സമയത്തൊക്കെ അവരുടെ കണ്ണുകൾ അവർ പോലും അറിയാതെ ഇണചേർന്നുകൊണ്ടിരുന്നു. അഹാനയും ഫാസിലയും ഒക്കെ നേരത്തെ തന്നെ മാജിയുടെ വീട്ടിലെത്തി. അവിടെ നിന്നാണ് അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്. ഹൽദി ആയതിനാൽ മുഴുവനൊരു മഞ്ഞ മയമായിരുന്നു. അഹാന യെല്ലോ ചുരിദാറും അതിന് മാച്ചായി ഗോൾഡൻ കളർ ലൈസ് വെച്ച യെല്ലോ ഷോളുമായിരുന്നു വേഷം. ആ ഡ്രസ്സിൽ അവൾ നല്ല സുന്ദരിയായി നിന്നു. മാജിയും ഫാസിയും ഫറയും അഹാനയും എല്ലാം മാജിയുടെ റൂമിൽ നിന്ന് നന്നായിട്ട് ഒരുങ്ങി. ആൺപിള്ളേരൊക്കെ യെല്ലോ ഷർട്ടും വൈറ്റ് മുണ്ടുമായിരുന്നു വേഷം. നമ്മുടെ ആബിദ് ആളൊരു വല്ലാത്ത സ്വഭാവക്കാരനായതുകൊണ്ട് അവൻ എപ്പോഴും നോർമൽ ബ്ലാക്ക്, വൈറ്റ് അങ്ങനെയുള്ള ഡ്രസ്സ് മാത്രമേ എന്ത് ഫംഗ്ഷനും ധരിക്കാറുള്ളൂ. അതായത് കളർഫുള്ളായി തോന്നിക്കുന്ന ഡ്രസ്സൊന്നും മൂപ്പരിടാറില്ല. എന്നാൽ ഇത്തവണ എല്ലാവരും അവനെ പിടിച്ച പിടിവിടാതെ യെല്ലോ ഷർട്ട് ധരിപ്പിച്ചു. ആബിദ് ഇന്നവർ ഉടുക്കാത്തൊരു സാധനമാണ് മുണ്ട്. ഗതികേടുകൊണ്ട് അതും ഇടേണ്ടി വന്നു. സെമീർ കല്യാണത്തിന് ഒരാഴ്ച ലീവ് എടുത്ത് നാട്ടിൽ വന്നിരുന്നു. ഹൽദിയുടെ തലേന്നാണ് അവൻ എത്തിയത്. എല്ലാവരും റൂമിൽ നിന്ന് റെഡിയായി പുറത്തു വന്നു. ഒരു നിമിഷം ആബിദിനെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ കണ്ണും തള്ളി നിന്നുപോയി. എല്ലാവരും അന്താളിച്ച് നോക്കുന്നുണ്ട്. അവൻ അവർക്ക് നേരെ വിരൽ ഞൊടിച്ചു. ഇക്ക, നിങ്ങൾക്ക് ഇത്രയും മൊഞ്ചുണ്ടായിരുന്നോ? സൂക്ഷിച്ചും കണ്ട് നടന്നോ, പെമ്പിള്ളേർ പിറകിന്ന് പോയില്ല. ഇന്നേതായാലും ഇവിടെ വരുന്ന പെമ്പിള്ളേർക്കൊക്കെ നല്ല പണിയായി, നിങ്ങളെ വായി നോക്കിയിരിക്കാൻ, റിജാദ് ആബിദിനോട് പറഞ്ഞു. അതിനെ താങ്ങി സെമീറും വന്നു. എൻ്റെ ആബി, വെറുതെ അല്ല നീ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഇടാത്ത. ഇങ്ങനെ പോയാൽ മിക്കവാറും എല്ലാവരും ബോധം കെട്ടി വീഴും. എന്നാ ഗ്ലാമറാടാ, സൂപ്പർ. പാവം, ഇനി ഞങ്ങളൊക്കെ ആര് നോക്കാനാ നീ ഇങ്ങനെയൊക്കെ നടന്നാ? സെമീർ പറയുന്നത് കേട്ട് ആബിദ് അവന് നേരെ നടന്നു. നാടാ, അധികം ഇളക്കല്ലേ, മതി മതി. താഴേക്ക് ചെന്ന ആബിദിനെ കണ്ട് അവിടെ കൂടിയവരൊക്കെ അന്തം വിട്ടു. പെൺപിള്ളേരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പഹയന്റെ മൂഞ്ചുകൊണ്ട് എല്ലാറ്റിൻ്റെയും കണ്ണ് തള്ളി പുറത്തേക്ക് വീഴുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അവനെ ആ വേഷത്തിൽ കണ്ട് ഉമ്മാക്ക് നല്ല സന്തോഷമായി. ഉമ്മ അവനെ ചേർത്ത് പിടിച്ച് നെറുകയിലൊരു ചുംബനം നൽകി. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചതെന്നറിയോ. സന്തോഷമായി ഉമ്മാക്ക്. എൻ്റെ മോൻ ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. അവരുടെ സെന്റിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അവരവരുടെ പണികളിൽ ഏർപ്പെട്ടു. ആബിദും സെമീറും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് റഫ കയറി വന്നത്. ആബിദിനെ ആ വേഷത്തിൽ കണ്ട് അവൾ ഒരു നിമിഷം വാ പൊളിച്ച് അവിടെ നിന്നുപോയി. ആബി, is it you? Seriously? You are so handsome in this dress. I really loved it. റഫ ആബിദിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് സെമീർ ആബിദിനെ നോക്കി കണ്ണിറുക്കി ഇതാരാണെന്ന് ചോദിച്ചു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ റഫ കയറി അതിന് ഉത്തരം കൊടുത്തു. ഞാൻ ആരാണെന്ന് ആബി പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ മുറപ്പെണ്ണ. ആബിദിനത് കേട്ടതും ദേഷ്യം ഇരിഞ്ഞു കയറി. ആൾക്കാർ ചുറ്റുള്ളതുകൊണ്ട് അവനത് പുറത്തു കാണിക്കാൻ നിന്നു. ഇങ്ങനെ ഒരു അവതാരമുള്ളത് നീ എന്താ ആബി എന്നോട് പറയാതിരുന്നേ? നടക്കട്ടെ നടക്കട്ടെ, സെമീർ അവനെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആബിദ് അവനെ കലിപ്പിച്ചു നോക്കി അവനോട് എന്തോ പറയാനേ ആഞ്ഞതും പെട്ടെന്ന് അത് അവിടെ സ്റ്റോപ്പായി. ആബിദിന് എന്തോ വല്ലാത്തൊരു ഫീല് വരുന്ന പോലെ. അവൻ പതിയെ കണ്ണുകൾ അടച്ചു. ശേഷം ആ കണ്ണുകൾ മെല്ലെ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കൂട്ടുകാരുമൊത്തി ചിരിച്ചും തമാശ പറഞ്ഞ് സ്റ്റെയർ ഇറങ്ങി വരുന്ന തൻ്റെ പ്രാണനെയാണ്. അഹാന. ആ ഡ്രസ്സിൽ അവൾ അതിസുന്ദരിയായിരുന്നു. ആബിദിന്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു. ഇമ വെട്ടാതെ ഒരു വശത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആബിദിനെ കണ്ട് റഫയും സമീറും അവൻ്റെ നോട്ടം പതിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു. റഫയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലായി. അവൻ്റെ കണ്ണുകൾ തേടിപ്പോയത് വേറെ ആരെയുമല്ല, അഹാനയാണെന്ന്. അവൾ പല്ലുകടിച്ച് ദേഷ്യത്തോടെ ആബിദിനെയും അഹാനയും മാറി മാറി നോക്കി. എന്നാൽ നമ്മുടെ സമീറിന് കാര്യം അത്രയ്ക്കങ്ങ് പിടികിട്ടിയില്ല. കാരണം ആ കൂട്ടത്തിൽ വേറെയും പെൺപിള്ളേരുണ്ടല്ലോ. സോ ആരെയാണ് അബി ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. എന്നാലും എവിടെയോ എന്തൊക്കെയോ മണക്കുന്നതായി അവനും തോന്നി. ഒരു കള്ളച്ചിരിയോടെ സമീർ ആബിദിനെ അവൻ്റെ ഷോൾഡർ കൊണ്ട് തട്ടി വിളിച്ചു. എന്നിട്ട് അവൻ്റെ ചെവിക്കരികിലായി സമീർ തന്നെ ചുണ്ടി ചേർത്ത് പറഞ്ഞു, മോനെ ആബി, ഏതായാലും ഈ നിൽക്കുന്നവളെല്ലാം നിന്റെ മനസ്സിളക്കിയുള്ളെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ ഇപ്പം നിന്റെ ഈ മുഖത്ത് കാണുന്ന ഈ ഭാവം ഉണ്ടല്ലോ, അതിലെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് മോനെ. മര്യാദക്ക് പറഞ്ഞു, ആ വരുന്നതിൽ ഏതാ കക്ഷി? സെമീറിന്റെ ചോദ്യം കേട്ട് ആബിദ് അവനെ നിന്ന് രൂക്ഷമായി നോക്കി. ശേഷം അവനെ നോക്കി കണ്ണിറുക്കി അവിടുന്ന് പോയി. ഇതൊക്കെ കണ്ട് സെമീർ കിളി പോയി നിൽപ്പാണ്. എന്നാൽ ഈ പാറപോളിൽ ഇവന്റെ മനസ്സ് കുത്തിപ്പൊട്ടിച്ച് അതിലാരാണ് അവ കയറിക്കൂടിയത്? എന്നാൽ ഇവൻ എങ്ങനെ?
ഓ മൈ ഗോഡ്, ഐ കാൺട്ട് ബിലീവ് ദിസ്. സമീർ പിറുവിറുത്തു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ റഫ ആബിദ് പോയ വഴി നോക്കി മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ച് പോകുന്നതാണ് കണ്ടത്. ഇതിപ്പോ എന്താ സംഭവം? സംതിങ് ഫിഷി. സംഭവം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഏതായാലും ആ പഹയനെ തന്നെ പിടിച്ചൊന്ന് കുടഞ്ഞു നോക്കാം. എന്തൊക്കെയായിരുന്നു അവന്റെ മസിൽ പിടിച്ചുള്ള നടത്തവും ഒലക്കേട മൂട്. ആ കള്ള ആബി! സമീർ നേരെ ആബിദിന്റെ അടുത്തേക്ക് പോയി. ഞാനും മാജിയും ഫാസിയുമെല്ലാം മുഫിയുടെ അടുത്ത് ചെന്ന് ക്യാമറയ്ക്ക് പോസ് ചെയ്യലാണ്. റഫയുടെ നോട്ടത്തിൽ എന്തോ ഒരു പുച്ഛമുള്ള പോലെ തനിക്ക് ഫീൽ ചെയ്തു. ഞാനതൊന്നും കാര്യമാക്കാതെ പിള്ളേരുടെ കൂടെ അടിച്ചു പൊളിച്ചു. അല്ല പിന്നെ. പുറകെ കേൾക്കുന്ന പെൺപടയിൽ നിന്നും കുറെ നേരമായി ഒരു പിറുവിൽക്ക കേൾക്കാൻ തുടങ്ങിയിട്ട് എന്താ സംഭവം എന്നറിയാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെല്ലാവരും ഒരുപോലെ ഒരു വശത്തേക്ക് നോക്കി വെള്ളമിറക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. എല്ലാറ്റിൻ്റെയും കണ്ണുകൾ നല്ല ഹൈ വോൾട്ടേജിലുള്ള ബൾബ് പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പായി, ഏതോ ലവനെ നോക്കി വെള്ളമിറക്കുന്നതാണെന്ന്. അതായത് നല്ല അധാറ് വായ്നോട്ടം. ഏതായാലും അവർക്ക് ഇത്ര ആകാംക്ഷയുടെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു പൂതിക്ക് ഞാനും ആ വശത്തേക്ക് കണ്ണോടിച്ചു. അവിടെ കണ്ട കാഴ്ചയിൽ എൻ്റെ 90% ജീവനും പോയിരുന്നു. കണ്ണു തിരുമ്മിക്കൊണ്ട് ഞാൻ ഒന്നുകൂടി ഉറപ്പുവരുത്തി, അതെ അത് തന്നെ, നമ്മുടെ ആബിക്ക. മാജി വന്ന് എന്നെ ഒരുപാട് വിളിച്ചു കുറച്ച് സെൽഫി എടുക്കാൻ. എവിടെ? ഷോക്ക് മാറിയാലല്ലേ അവിടെ നിന്ന് അനങ്ങാൻ സാധിക്കൂ. എത്ര വിളിച്ചിട്ടും എനിക്കൊരു കുലുക്കമില്ലാത്ത കണ്ട് അവൾ എന്നെ ആക്കമാനൊന്ന് പിടിച്ചു കുലുക്കി. ഡി, നീ എന്ത് പുണ്ണാക്ക് നോക്കിക്കുവാ? ഞാൻ ആബിക്കയുടെ നേരെ വിരൽ ചൂണ്ടി. അത് കണ്ട് മാജി ആ വശത്തേക്ക് നോക്കി. പെണ്ണിന്റെ കണ്ണ് മത്തങ്ങ പോലുണ്ട്. അവൾ പെട്ടെന്ന് കണ്ട ഷോക്കിൽ അറിയാതെ കൂക്കി വിളിച്ചു പോയി. ഓടിച്ചെന്ന് അവൾ ആബിദിനെ കെട്ടിപ്പിടിച്ചു. ഇക്ക അസലായിട്ടുണ്ട്, അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മാജി ആബിദിന്റെ ഇരുകവിലും കിസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ദേ സമീർക്ക, എൻ്റെ ഇക്കയെ നോക്കിക്കണം, ആരും വന്ന് കൊത്തിക്കൊണ്ട് പോവാതെ, കേട്ടല്ലോ? അതിൻ്റെ ആവശ്യം ഇനി വരില്ല മോളെ. സമീർ ആബിദിന്റെ ചെവിക്കരികിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ആബിദ് അവനൊന്ന് കലിപ്പിച്ചു നോക്കി മാജിയുടെ ഇരുകവിലും തട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചു. അവൾ പോയുടനെ സമീർ ആബിദിനെ കൂട്ടി മറ്റൊരിടത്തേക്ക് നീങ്ങി. ഡാ, എന്താ കാര്യം? മര്യാദക്കെല്ലാം പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ കരുതണ്ട. കുറച്ചു നേരം നിന്റെ സംസാരത്തിലൊക്കെ ഒരു വശപ്പിശക്, ഒന്നിലൊരു ശ്രദ്ധയുമില്ല. നേരിട്ടേണ്ട ചോദിക്കാന്ന് വെച്ചതാ. ഇവിടെ വന്നപ്പോഴല്ലേ റൂട്ട് വേറെയാണെന്ന് പിടികിട്ടിയത്. ആബിദ് തന്റെ ജീവിതത്തിൽ ഒരു കാര്യവും സമീറുമായി മറച്ചു വെക്കാറില്ല. സോ അവൻ എല്ലാ കാര്യങ്ങളും സമീറിനോട് പങ്കുവെച്ചു. ഇതൊക്കെ കേട്ട് നമ്മുടെ സമീർ ആകെ കുന്തം വിഴുങ്ങിയ പോലെ നിൽപ്പാണ്. എന്നാലും നീ എങ്ങനെ, നിനക്ക് എപ്പോ തുടങ്ങി ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ? അതിനുത്തരമായി ആബിദ് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അല്ലടാ, എന്നിട്ട് നീ ഇന്ന് അവളോടൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ലടാ, കുറെ ആലോചിച്ചു, പക്ഷെ പറയാൻ തോന്നിയില്ല. മനസ്സിൽ നിന്ന് എടുത്തുകളെ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ നടക്കുന്നില്ലടാ. അത്രയ്ക്ക് പെണ്ണെന്റെ മനസ്സിൽ തറഞ്ഞിരിക്കുക. എന്നാ നിനക്ക് അവളോട് പറഞ്ഞൂടെ? സമീർ, നിനക്കറിയാവുന്നല്ലെല്ലാം. എനിക്ക് വയ്യണം. ഇനി അവൾ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഫൈസൽ അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഷെരീഫിന്റെ മകൻ. എന്റെ പ്രാണനായ ഒരാളുണ്ടെന്നറിഞ്ഞാൽ അവർ പിന്നെ അത് വെച്ചായിരിക്കും എന്നോട് പകരം വിട്ടുക. ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല സമീർ. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം